അടുത്ത ഭാഗത്ത് നമ്മൾ നോക്കുന്നത് സോഷ്യോളജി, ഇക്കണോമിക്സ്, സൈക്കോളജി എന്നിവ തമ്മിലുള്ള ബന്ധമാണ്. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യോളജി, ഓർ വാട്ട് ഡസ് സോഷ്യോളജി കളക്ട്? സോഷ്യോളജി കളക്ട് ചെയ്യുന്നത് എന്താണ്? സോഷ്യോളജി ശേഖരിക്കുന്നത് എന്താണ്? ഡാറ്റയാണ്. തീർച്ചയായിട്ടും ഡാറ്റ ശേഖരിക്കാത്തത് സോഷ്യോളജിക്ക് നല്ല ഒരു ശാസ്ത്രത്തിനും വിശദമായ വിശകലനമോ പഠനമോ നടത്താനാവില്ല. അതുകൊണ്ട് സോഷ്യോളജിസ്റ്റുകളും ശേഖരിക്കുന്നത് ഫീൽഡിൽ നിന്ന് ഡാറ്റയാണ്. എന്തിനെ സംബന്ധിച്ചുള്ള ഡാറ്റയാണ്? സോഷ്യൽ സ്ട്രക്ചറുകളെക്കുറിച്ച്, സാമൂഹ്യ ഘടനകളെക്കുറിച്ച്, അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച്, സമൂഹത്തിലെ മനുഷ്യരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, ഇതൊക്കെയാണ് ഡാറ്റ ശേഖരിക്കുന്നത്. അപ്പോൾ വാട്ട് ഡസ് സോഷ്യോളജി കളക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യോളജി കളക്ട്സ് ഡാറ്റ ഓൺ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, റിലേഷൻഷിപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് വിത്തിൻ സൊസൈറ്റി. ഇനി എക്കണോമിക്സ് എന്താണ് ചെയ്യുന്നത് നോക്കുക. സൊസൈറ്റിയിലെ എക്കണോമിസ്റ്റുകൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പലതരം സമൂഹങ്ങളിലും, ഒരുപക്ഷെ ആധുനിക സമൂഹങ്ങളാവട്ടെ, അല്ലെങ്കിൽ പഴയകാല വ്യവസായ സമൂഹങ്ങളാവട്ടെ, അല്ലെങ്കിൽ നഗര സമൂഹങ്ങളാവട്ടെ, അങ്ങനെ വിവിധങ്ങളായ സമൂഹങ്ങളുണ്ടല്ലോ. വേരിയസ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ആർ ദർ. അപ്പോൾ ആ സൊസൈറ്റികളിലൊക്കെ എക്കണോമിസ്റ്റുകളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവിടുത്തെ എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ്, അവിടുത്തെ സാമ്പത്തിക സംവിധാന ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ കമ്പോളം എങ്ങനെയാണ് പോകുന്നത്, അവിടുത്തെ കമ്പോളത്തിലെ നയങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എക്കണോമിക്സിന് പഠന വ്യാപ്തി ഉണ്ടെന്ന് പറയാം. സോഷ്യൽ വർക്ക് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ വർക്ക് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദ വെൽബീയിങ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ ക്ഷേമം, വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ക്ഷേമമാണല്ലേ, അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്ന ഒരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയാം. അതായത് ഇൻഡിവിജ്വൽസിനെ മാത്രമല്ല, കുടുംബങ്ങൾ, സമൂഹത്തിലെ സമുദായാംഗങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഓരോ സമൂഹങ്ങളിലെയും, ഇപ്പൊ ആദിവാസികൾ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, എങ്ങനെ സമൂഹത്തിലും സഹായം ആവശ്യമുള്ള വിഭാഗങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് സോഷ്യൽ വർക്ക് നമ്മൾ ചെയ്യുന്നത്. സോഷ്യോളജിക്കും അപ്ലൈഡ് സോഷ്യോളജിക്കും അപ്പുറമാണ് കടന്നു ചെന്നുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസ് ആണ്, ശുദ്ധശാസ്ത്രമാണ്. അവിടെ തിയറിയാണ്, തിയറിറ്റിക്കൽ സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞത്. എന്നാൽ അപ്ലൈഡ് സോഷ്യോളജി തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ സമൂഹത്തിലെ ഇഷ്യൂസിൽ പ്രയോഗിക്കലാണ്, അപ്ലൈ ചെയ്യലാണ്. ഈ തിയറീസിനെ അപ്ലൈ ചെയ്യലാണ്, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നതെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട്, ഫുൾ ടൈം ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അവശർക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് അഡ്വക്കസി കൊടുക്കുന്നു, ആൻഡ് എംപവർമെന്റ്, അവർക്ക് ശാക്തീകരണം നൽകുന്നു. അതൊക്കെയാണ് സോഷ്യൽ വർക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി സോഷ്യോളജിയും ചരിത്രവും തമ്മിൽ കുറെ സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട്. സിമിലാരിറ്റി ഇതാണ്. ഈ രണ്ടായാലും, സോഷ്യോളജി ആയാലും ഹിസ്റ്ററി ആയാലും, ബോത്ത് സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ബിഹേവിയേഴ്സ്. മനുഷ്യ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അവരുടെ പെരുമാറ്റങ്ങളെ നമ്മൾ വിശകലന വിധേയമാക്കുന്നു. ഇത് ഹിസ്റ്ററിയിലും സോഷ്യോളജിയിലും സംഭവിക്കുന്നുണ്ട്. ഇത് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം എന്താണ്? ടൈം ഫോക്കസിലും ജനറലൈസേഷന്റെ രീതിയിലും മെത്തഡോളജിയിലും ഒക്കെ ഹിസ്റ്ററിയും സോഷ്യോളജിയും വ്യത്യാസമുണ്ട്. സോഷ്യോളജിയുടെ ടൈം ഫോക്കസ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടംപററി സൊസൈറ്റി ആണെങ്കിൽ, ഹിസ്റ്റോറിയന്റെ ടൈം ഫോക്കസ് എന്ന് പറയുന്നത് പാസ്റ്റ് സൊസൈറ്റീസ് ആണ്, പാസ്റ്റ് ഈവൻസ് ആണ് ഹിസ്റ്ററി ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് സോഷ്യോളജി സ്റ്റഡീസ് കണ്ടംപററി സൊസൈറ്റീസ് വൈൽ ഹിസ്റ്ററി ഫോക്കസ് ഓൺ പാസ്റ്റ് ഈവൻസ്. ഇനി ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം എവിടെയാണ്? നമ്മൾ സോഷ്യോളജിയിൽ ജനറലൈസേഷൻ ആണ് ഉള്ളത്, സ്പെസിഫിക് സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമല്ല. സ്പെസിഫിക് സൊസൈറ്റിയിൽ ഇറങ്ങി നിന്ന് പഠിക്കും, മൈക്രോ ലെവലിൽ പഠിക്കും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ എയിം എന്ന് പറയുന്നത് മാക്രോ ലെവലിലെ ജനറലൈസേഷൻ ആണ്. മൊത്തത്തിൽ മാനവരാശിക്ക് ആകമാനം വേണ്ടിയിട്ടുള്ള പൊതുതത്വങ്ങളുടെ രൂപീകരണമാണ് സോഷ്യോളജിസ്റ്റിന്റെ ലക്ഷ്യം. സോ സോഷ്യോളജിസ്റ്റ് എയിം ടു മേക്ക് ജനറലൈസേഷൻ അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റീസ്. വെറാസ് അതേസമയം ഹിസ്റ്റോറിയൻസ് ഓഫൻ ഫോക്കസ് ഓൺ സ്പെസിഫിക് ഈവൻസ് ഓർ പീരിയഡ്സ്. ചരിത്രകാരന്മാർ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയ ഇവന്റുകൾ അല്ലെങ്കിൽ പീരിയഡുകൾ, അതേക്കുറിച്ചാണ്. ഇനി മെത്തഡോളജിയാണ്. സോഷ്യോളജിസ്റ്റ് യൂസ് എംപിരിക്കൽ റിസർച്ച് മെത്തേഡ്സ്. സോഷ്യോളജിസ്റ്റുകൾ എംപിരിക്കൽ റിസർച്ച് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അനുഭവാസ്പദ ഗവേഷണ രീതികളാണ്, സമ്പ്രദായങ്ങളാണ് സോഷ്യോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. വൈൽ അതേസമയം ഹിസ്റ്റോറിയൻസ് റിലേ ഓൺ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. എന്നാൽ ചരിത്രകാരന്മാർ ചരിത്ര രേഖകളും വ്യാഖ്യാനങ്ങളും ആശ്രയിച്ചാണ് അവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കാലത്തെ പാസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ, മോണുമെന്റുകൾ, ഇൻസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ കോയിൻസ്, മോണുമെന്റ്സ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, പാസ്റ്റ് ഡോക്യുമെന്റ്സ് മറ്റു കാര്യങ്ങളും കിട്ടിയാലാണ്. അത് തന്നെ കണ്ടിന്യൂസ് ആയ കാലഘട്ടത്തിൽ കിട്ടണമെന്നില്ല. ഇടക്കാലത്ത് ചില കാലഘട്ടങ്ങളിലെ ഡോക്യുമെന്റ്സ് തീരെ ഇല്ലാതാവും. അപ്പൊ ആ സമയത്തൊക്കെ ഹിസ്റ്റോറിയൻ അത് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ആ കാലഘട്ടത്തിന്റെ കഥയൊക്കെ ശരിക്കും ശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്തില്ലെങ്കിൽ തെറ്റായ ദുർവ്യാഖ്യാനങ്ങളായി പോവുകയും ചെയ്യും. സോഷ്യോളജിസ്റ്റിന് അങ്ങനെയല്ല.
അയാൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഡാറ്റ പോരായ്മയുണ്ടെന്ന് പഠനത്തിനിടയിൽ തോന്നുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ആ സൊസൈറ്റി കണ്ടംപററി സൊസൈറ്റിയാണല്ലോ, ആ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആളുകളോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോരാത്ത നഷ്ടപ്പെട്ടു പോയ വിവരങ്ങൾ ശേഖരിച്ചെടുക്കാൻ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പാസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ചരിത്രകാരന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയില്ല. ഇതാണ് വ്യത്യാസം. ഈ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതിന് മുമ്പ് അതിന്റെ സാമ്യം പറയാം. ബോത്ത് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യോളജിയും സൈക്കോളജിയും മനുഷ്യ സമൂഹങ്ങളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്, മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള. സോ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അതെങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെയാണ് സൊസൈറ്റി ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, തിരിച്ച് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ സൊസൈറ്റിയെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, ഇത്തരം രണ്ട് കാര്യങ്ങളും സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിന് ഫോക്കസ് ഉണ്ട്. സോഷ്യോളജി പഠിക്കുന്നതും ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ, അത് സമൂഹത്തിലെ ഒന്നാകെയുള്ള വ്യക്തികളുടെ ആകമാനമുള്ള പെരുമാറ്റങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയാണ്. വ്യത്യാസം നോക്കാം. ഫോക്കസ് ആണ് സോഷ്യോളജി, ഫോക്കസ് ഓൺ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. സോഷ്യോളജി ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൽ ഫോക്കസ് ചെയ്യാണ്ട് സോഷ്യൽ സ്ട്രക്ചറുകൾ, മനുഷ്യനുണ്ടാക്കി വെച്ചേക്കാണ് ഭരണക്രമങ്ങൾ, സ്ഥാപനങ്ങൾ, അവ തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അവ ഒന്നാകെ ഇരുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ മാനസിക വ്യാപാരങ്ങളെ അതിനനുസരിച്ചുള്ള അയാളുടെ പെരുമാറ്റങ്ങളുമാണ്. ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ നടക്കുന്ന മെന്റൽ പ്രോസസ്സുകളും അതിനനുസരിച്ചുള്ള ആ വ്യക്തിയുടെ ബിഹേവിയറുകളാണ് സൈക്കോളജി പഠിക്കുന്നത്. ഇനി ലെവൽ ഓഫ് അനാലിസിസ് നോക്കാം. സോഷ്യോളജി എക്സാമിൻസ് മാക്രോ ലെവൽ ഫിനോമിനയാണ്. സോഷ്യോളജി മാക്രോ ലെവലാണ്, അതായത് ആകമാനം മൊത്തത്തിലുള്ളൊരു വിശകലനമാണ് നടത്തുന്നതെങ്കിൽ, സൈക്കോളജി എക്സ്പ്ലോർ ചെയ്യുന്നത് മൈക്രോ ലെവലാണ്, സൂക്ഷ്മാംശ പഠനമാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ മനസ്സിനുള്ളിൽ നടക്കുന്ന ആന്തരിക പ്രവർത്തനങ്ങളിലെ സൂക്ഷ്മമായി എത്തി നോക്കുകയാണ് സൈക്കോളജി ചെയ്യുന്നത്. ഇനി മെത്തഡോളജി നോക്കാം. സോഷ്യോളജിസ്റ്റുകൾ സ്വീകരിക്കുന്ന പഠന രീതി, മെത്തഡോളജി എന്ന് പറയുന്നത് സോഷ്യോളജിസ്റ്റ് ഓഫൺ യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. ഒരേ സമയം ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള റിസർച്ച് മെത്തഡോളജികൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും എക്സ്പെരിമെന്റൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സ്ഥിതിവിവര സമ്പ്രദായങ്ങളിലും രീതികളുമാണ്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി കോംപ്ലിമെന്റ് ഈച്ച് അതർ. സോഷ്യോളജിയും സൈക്കോളജിയും പരസ്പരം പൂരകങ്ങളായി വർത്തിക്കുന്നു എന്ന് പറയാം. ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൊസൈറ്റി. ഹ്യൂമൻ ബിഹേവിയറിനെയും ഹ്യൂമൻ സൊസൈറ്റിയും മനസ്സിലാക്കുന്നതിന് വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സ്റ്റഡി ആസ് ഫാർ ആസ് സോഷ്യോളജിസ്റ്റ് ഈസ് കൺസേൺഡ്. സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പഠന വിഷയം എന്ന് പറഞ്ഞത്? സ്റ്റഡി അബൌട്ട് ദ കണ്ടംപററി സൊസൈറ്റി ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ പഠന വിഷയം എന്ന് പറയുന്നത് സമകാലീന സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇവിടുത്തെ പഠന വിഷയം എന്ന് പറയുന്നത്. സ്റ്റഡി അബൌട്ട് ദ കണ്ടംപററി സൊസൈറ്റി, സമകാലീന സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജിയിലെ പഠന വിഷയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി എന്ന് വേണമെങ്കിൽ പറയാം. സമകാലീന സമൂഹങ്ങളാണ്, ഹിസ്റ്ററിയിലെ പോലെയല്ല. ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് പക്ഷേ അങ്ങനെയല്ല, കൺഫൈൻ വിത്തിൻ സം സ്പെസിഫിക് സൊസൈറ്റി. ആ ചരിത്രകാരൻ പഠിക്കുന്ന സമൂഹത്തെ ഏതാണോ അതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. വൈൽ സോഷ്യോളജി അറ്റംപ്റ്റ്സ് ടു ജനറലൈസ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി. ഹ്യൂമൻ സൊസൈറ്റീസിനെ കുറിച്ച് ഒരു ജനറലൈസേഷൻ കൊണ്ടുവരാനാണ്, ഒരു സാമാന്യ നിയമം, ഒരു പൊതു തത്വം, ഒരു പൊതു നിയമം, ഒരു സിദ്ധാന്തം പൊതുവെ രൂപപ്പെടുത്താനാണ് സോഷ്യോളജി നോക്കുന്നത് എന്നർത്ഥം. ഇനി why it is said that sociology studies at a micro level but aims at a macro level. സോഷ്യോളജി പഠിക്കുന്നത് മൈക്രോ ലെവലിലാണ്, സൂക്ഷ്മതലത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിയിൽ ഇറങ്ങിയെന്നാണ് പഠിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ആ സമൂഹത്തിന് വേണ്ടി, ആ ഒറ്റപ്പെട്ട സമൂഹത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കാനോ അതിനെക്കുറിച്ച് പൊതുതത്വങ്ങൾ ആവിഷ്കരിക്കാനോ ആണോ? ജനറലൈസേഷൻ ഉണ്ടാക്കാനാണോ? അല്ല. ഒരു ഹ്യൂമൻ സൊസൈറ്റി ആസ് എ ഹോൾ കണ്ടുകൊണ്ടാണ് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്നത്. ഹിസ്റ്റോറിയൻസ് സ്റ്റഡി അബൌട്ട് സ്പെസിഫിക് സൊസൈറ്റി. ചരിത്രകാരന്മാർ പഠിക്കുന്നത് പക്ഷേ സ്പെസിഫിക് സൊസൈറ്റിയാണ്. പക്ഷേ അവരുടെ പഠനം ഒരിക്കലും ആ സൊസൈറ്റിക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. their study never come out from that specific society. ആ സ്പെസിഫിക് സൊസൈറ്റിക്ക് പുറത്തേക്കായിട്ട് കിടക്കുന്നില്ല. പകരം ഇൻസ്റ്റഡ് ദേ കമ്പയർ സോഷ്യോളജിസ്റ്റുകൾ അങ്ങനെയല്ല. സോഷ്യോളജിസ്റ്റുകൾ കമ്പയർ ചെയ്യുന്ന ആ സൊസൈറ്റി വിത്ത് അതർ സൊസൈറ്റി, ആ സൊസൈറ്റിയെ വേറെ സൊസൈറ്റിയായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് മേക്ക് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണങ്ങൾ ഉണ്ടാക്കുന്നു. സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആർ നോട്ട് ടൈഡ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ടൈം ആൻഡ് സ്പേസ്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഒരിക്കലും എന്താണ് സമയവും സ്പേസും അതിനുള്ളിൽ ഒതുങ്ങുന്നില്ല എന്നർത്ഥം. ഹിസ്റ്റോറിയൻസ് സ്പെസിഫിക് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു, പക്ഷേ സോഷ്യോളജിസ്റ്റുകളും സ്പെസിഫിക് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു. പക്ഷേ സോഷ്യോളജിസ്റ്റുകളുടെ പഠനം ഒരിക്കലും ആ സൊസൈറ്റിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. പകരം ഇൻസ്റ്റഡ് ദേ കമ്പയർ ദാറ്റ് സൊസൈറ്റി വിത്ത് അനദർ സൊസൈറ്റി. അവർ ആ സമൂഹത്തെ വേറൊരു സമൂഹമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് മേക്ക് ജനറലൈസേഷൻ. ഹിസ്റ്റോറിയൻസിന് അങ്ങനെ ജനറലൈസേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആർ നോട്ട് ടൈഡ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. സോഷ്യോളജിക്കൽ പഠനങ്ങൾ ഒരിക്കലും സമയം, സ്ഥലം എന്നീ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ്. സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആർ therefore aim at a larger society or society in general
ഒരു വിപുലമായ സമൂഹത്തിനാണ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. അതായത് മാനവരാശി ഒന്നാകെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇറ്റ് ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് ലോസ് വിച്ച് ആർ സ്യൂട്ടബിൾ ടു ഓൾ സൊസൈറ്റീസ്. എല്ലാ സമൂഹത്തിനും ഇണങ്ങുന്ന നിയമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് സോഷ്യോളജിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്ന് പറയും. ഇനി സോഷ്യോളജിയും എക്കണോമിക്സും സൈക്കോളജിയും. ആദ്യം വാട്ട് ഡസ് സോഷ്യോളജി കളക്ട്? സോഷ്യോളജി എന്താണ് കളക്ട് ചെയ്യുന്നത്? സോഷ്യോളജി കളക്ട് ഡാറ്റ ഓൺ സോഷ്യൽ സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബിഹേവിയർ വിത്തിൻ സൊസൈറ്റി. എക്കണോമിക്സിൽ എന്താണ്? എക്കണോമിക്സിലെ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ദാറ്റ് ദ എക്കണോമിക്സ് സ്റ്റഡി ആർ. എക്കണോമിക്സിന്റെ സ്റ്റഡി വേരിയസ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കും. മോഡേൺ സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അർബൻ സൊസൈറ്റി ഒക്കെ കുറിച്ച് പഠിക്കും. ഫോക്കസിങ് ഓൺ എക്കണോമിക് സിസ്റ്റംസ്. അവിടുത്തെ എക്കണോമിക് സിസ്റ്റങ്ങളെ കുറിച്ച് പഠിക്കും, ഫോക്കസ് ചെയ്യും. മാർക്കറ്റിനെ കുറിച്ചും അവിടുത്തെ മാർക്കറ്റിന്റെ പോളിസിനെ കുറിച്ചും ഒക്കെ പഠിക്കും. സോഷ്യൽ വർക്ക് എന്താണ്? സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്? സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദ വെൽ ബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട്, ഒരു വിദഗ്ധ തൊഴിലായിട്ട് നമുക്ക് സോഷ്യൽ വർക്കിനെ കരുതാം. ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് ത്രൂ സപ്പോർട്ട്. ഫാമിലീസിനെയും കമ്മ്യൂണിറ്റീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്വക്കസി, അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് സാധിക്കും. ആൻഡ് എംപവർമെന്റ്, ശാക്തീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സോ ബോത്ത് സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ബിഹേവിയേഴ്സ്. മനുഷ്യ സമൂഹങ്ങളെ കുറിച്ച് അവരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചും ഇവ രണ്ടും പഠിക്കുന്നത്. സോഷ്യോളജിയും അതെ, ഹിസ്റ്ററിയും അതെ. ടൈം ഫോക്കസ് വ്യത്യാസമുണ്ട്. സോഷ്യോളജി സ്റ്റഡീസ് കണ്ടംപററി സൊസൈറ്റി. സോഷ്യോളജി പഠിക്കുന്നത് സമകാലീന സമൂഹങ്ങളെയാണ്. വൈൽ ഹിസ്റ്ററി ഫോക്കസ് ഓൺ ദ പാസ്റ്റ് ഇവന്റ്സ്. ഹിസ്റ്ററി ആവട്ടെ ഭൂതകാല സംഭവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ജനറലൈസേഷനിൽ വ്യത്യാസമുണ്ട്. സോഷ്യോളജിസ്റ്റ് എയിം ടു മേക്ക് ജനറലൈസേഷൻസ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി. സോഷ്യോളജിസ്റ്റുകൾ മനുഷ്യ സമൂഹങ്ങളെ കുറിച്ചുള്ള ഒരു സാമാന്യവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഹിസ്റ്റോറിയൻസ് പലപ്പോഴും സ്പെസിഫിക് ആയ ഈവന്റുകളും സ്പെസിഫിക് ആയ പീരീഡുകളും മാത്രമേ പഠിക്കുന്നുള്ളൂ ഒരു സമയത്ത്. ഇനി മെത്തഡോളജി. സോഷ്യോളജിസ്റ്റ് യൂസ് എംപിരിക്കൽ റിസർച്ച് മെത്തഡ്. അതായത് അനുഭവാസ്പദ പഠനം എന്നൊക്കെ പറയും. ഫീൽഡിൽ നേരിട്ട് ഇറങ്ങിയ അനുഭവങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് സോഷ്യോളജിസ്റ്റുകൾ സാധാരണ സ്വീകരിക്കുന്നത്. വൈ ഹിസ്റ്റോറിയൻസ് റിലേ ഓൺ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതേസമയം ഹിസ്റ്റോറിയൻസ് ആവട്ടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സും ഇന്റർപ്രിട്ടേഷൻസുമാണ് അവർ പൊതുവെ സ്വീകരിക്കുന്നത് എന്നർത്ഥം. സോഷ്യോളജിയും സൈക്കോളജിയും എന്നൊരു വ്യത്യാസമുണ്ട്. രണ്ടും മനുഷ്യ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന, അവരുടെ മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്നതാണ് സാമ്യം. പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ഫോക്കസിലെ വ്യത്യാസമുണ്ട്. സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലേഷൻഷിപ്പ് അവ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ മെന്റൽ പ്രോസസ്സുകളും ബിഹേവിയറുകളുമാണ്. ലെവൽ ഓഫ് അനാലിസിസിൽ സോഷ്യോളജിയും സൈക്കോളജിയും വ്യത്യാസമുണ്ട്. സോഷ്യോളജി എക്സാമിൻസ് മാക്രോ ലെവൽ ഫിനോമിന, ആകമാന തലത്തിലുള്ള പ്രതിഭാസങ്ങളെ, ഒരു വിപുലമായ മാനവരാശി ഒന്നാകെയുള്ള പ്രതിഭാസങ്ങളാണ് സോഷ്യോളജി പഠന വിധേയമാക്കുന്നതെങ്കിൽ സൈക്കോളജി എക്സ്പ്ലോർ ചെയ്യുന്നത് സൂക്ഷ്മതലത്തിലുള്ള വ്യക്തിയുടെ മാനസികമായ സൂക്ഷ്മ ഘടകങ്ങളെ കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ്. മെത്തഡോളജിയിൽ വ്യത്യാസമുണ്ട് സോഷ്യോളജിയും സൈക്കോളജിയും. സോഷ്യോളജി ഓഫൺ യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഒരേ സമയം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും സംഖ്യകളും കണക്കുകളും ഉപയോഗിച്ചിട്ടുള്ള രീതികളാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അതും സോഷ്യോളജിസ്റ്റുകൾ ഉപയോഗിക്കും അവരുടെ റിസർച്ചിൽ. അതേസമയം സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. പരീക്ഷണപരമായതും സ്ഥിതിവിവര ശാസ്ത്ര സംബന്ധമായ ഡാറ്റയുമാണ് ശേഖരിക്കുന്നത്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി കണ്ടംപ്ലേറ്റ് ഈച്ച് അതർ. സോഷ്യോളജിയും സൈക്കോളജിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാക്കുന്നുണ്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൊസൈറ്റി. മാനവ സമൂഹങ്ങളെയും മനുഷ്യന്റെ പെരുമാറ്റങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന്.